ഒരു മാസത്തിന് ശേഷം വയനാട്ടിൽ വീണ്ടും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. തലപ്പുഴ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഇപ്പോൾ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടാണ് ആരോഗ്യ പ്രവർത്തകരുമായി ഇപ്പോൾ മന്ത്രി ടി സിദ്ദിഖ് അവലോകന യോഗം ചേർന്നത്. എന്താ ഇപ്പോൾ യോഗത്തിലെ പ്രധാന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നേരത്തെ കോളിയാടി സ്കൂളിൽ ഷിഗല്ല വന്ന സമയത്ത് നമ്മളവിടെ ഉന്നതതല യോഗം വിളിച്ചു, ഉടനെ ആക്ട് ചെയ്തു. ഇപ്പോൾ അത് ടോട്ടലി അണ്ടർ കൺട്രോളായി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പരിശോധന ആ സമയത്ത് തന്നെ ആരംഭിച്ചു. പക്ഷേ ഇപ്പോൾ തലപ്പുഴ എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു കുട്ടിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. അതുതന്നെ ഷിഗല്ല ഫ്ലെക്സിനറി ബാക്ടീരിയയാണ്. ഷിഗല്ല സോണിയാണ് നമുക്ക് കോളിയാടി കണ്ടത്. ഷിഗല്ല സോണി ഒരു പരിധിവരെ കുറച്ചുകൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഷിഗല്ല ഫ്ലെക്സിനറി കുറച്ചുകൂടെ കാഠിന്യമുള്ളതാണ്. പക്ഷേ ഈ കുട്ടിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല, ഭാഗ്യവശാൽ. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ചേറെ തീരുമാനങ്ങൾ നമ്മൾ ഇന്നത്തെ മീറ്റിങ്ങിലെടുത്തു. ഒന്ന്, ഇവിടെ 9 ക്ലസ്റ്ററുകളിലായി കുട്ടികൾ താമസിക്കുന്ന വിവിധ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളുടെ പരിശോധന പ്രത്യേകം നടത്തുകയാണ്. അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MG ബിജുവും അതുപോലെ പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ മെഡിക്കൽ ഓഫീസേഴ്സും JHIN ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന എല്ലാവരുടെയും നേതൃത്വത്തിലുള്ള ഒരു ടീം ബിൽഡ് ചെയ്ത് 9 ക്ലസ്റ്ററുകളാക്കി തിരിച്ച് അതിൻ്റെ പരിശോധന നടക്കുകയാണ്. 2, ഈ കുട്ടി ചില ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അതൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉള്ള ഭക്ഷണവും വെള്ളവും പരിശോധിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു. നമ്മുടെ ജില്ലയിലുള്ള എല്ലാ ഹോട്ടൽസും വെള്ളം ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളും മുഴുവൻ പരിശോധനയും ക്ലോറിനേഷനും, ആ ക്ലോറിനേഷൻ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ക്ലോറിനേഷൻ വീക്ക് മുഴുവൻ പ്രത്യേകം ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. എല്ലാ ലോക്കൽ ബോഡീസിൻ്റെയും പ്രത്യേകം 29 ഷിഗല്ല കേസസ് നമ്മുടെ ജില്ലയിൽ റിപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ചെറിയ എണ്ണമല്ല, നമ്മുടെ ജില്ലയെ സംബന്ധിച്ചൊരു ചെറിയ എണ്ണമല്ല. അപ്പോൾ അതൊരു ഗൗരവമുള്ള ഒരു സാഹചര്യം നമ്മൾ വിലയിരുത്തി അത് ഉണ്ടായതിന് ശേഷം ഓടുന്നതിന് പകരം പ്രതിരോധ നടപടികൾ മുഴുവൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ലോക്കൽ ബോഡീസിൻ്റെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒരു മിഷൻ ആരംഭിക്കുകയാണ്. അത് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചു. അതിൻ്റെ ഒരു ഡേറ്റ് വൈസ് ആയിട്ടുള്ള ക്രമീകരണങ്ങളും ജനങ്ങൾക്ക് കൊടുക്കാനുള്ള മുന്നറിയിപ്പ് സംവിധാനവും വീടുകളിലേക്ക് പ്രചരണം എത്തിക്കാനും ആഹ്വാനം എത്തിക്കാനുള്ള നടപടികൾക്ക് രൂപം കൊടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഹോട്ടലുകളിൽ ഒരു കേസ് ചൂണ്ടിക്കാണിക്കപ്പെടും. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അത് പറഞ്ഞു. ഹോട്ടലുകൾ ചൂടുവെള്ളം ചോദിച്ചാൽ അവർ ചൂടാക്കിയതിന് ശേഷം പച്ചവെള്ളം കൂടെ ഒഴിച്ച് തരികയാണ്. അപ്പോൾ ഇന്ന് ഡോക്ടേഴ്സ് ഇന്ന് മീറ്റിങ്ങിൽ പറഞ്ഞത് 70 ഡിഗ്രി സെൽഷ്യസ് വന്നാൽ ഷിഗല്ല വൈറസ് നിലനിൽക്കില്ല. അപ്പോൾ നല്ല രീതിയിൽ ചൂടാക്കിയാൽ പ്രശ്നം അവസാനിച്ചു. പിന്നെ വ്യക്തി ശുചിത്വമാണ് രണ്ടാമത്തെ കാര്യം. സോപ്പ്, സാനിറ്റൈസർ ഇത് കൃത്യമായി ഉപയോഗിക്കുക. ഇങ്ങനെ 2-3 പ്രധാനപ്പെട്ട മിഷൻസ് എടുത്താൽ ഇത് മാത്രമല്ല, ഒത്തിരി സാംക്രമിക രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. ആ പ്രതിരോധ പ്രവർത്തനങ്ങളെ തീക്ഷ്ണമാക്കി മാറ്റാൻ, ഉത്തേജിപ്പിക്കാനുള്ള എല്ലാ നടപടികളും ഇന്നത്തെ യോഗത്തിൽ ആലോചിച്ചിട്ടുണ്ട്. 4 വിദ്യാർത്ഥികൾക്കടക്കം ലക്ഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എന്താ അവരുടെ സ്ഥിതി? കൂടുതൽ പരിശോധന നടത്തിയിട്ടുണ്ടോ? ഒന്ന്, സ്ഥിരീകരിക്കപ്പെട്ട കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മറ്റുള്ള കുട്ടികളുടെ ആരോഗ്യനിലയും ഒരു ബുദ്ധിമുട്ടുമില്ല, തൃപ്തികരമായ അന്തരീക്ഷത്തിലാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ അതീതമായിട്ടുള്ള ഒരു സാഹചര്യമില്ല, പൂർണ്ണമായും നിയന്ത്രണത്തിലാണ്. മറ്റൊരു ഇന്ന് ഇവിടെ ഈ മീറ്റിംഗ് ഇത്ര എമർജൻസി ആയിട്ട് ഞാനിന്ന് ചിങ്ങം 1 സ്വാഗത സംഘ രൂപീകരണ സംസ്ഥാനതല സ്വാഗത സംഘ രൂപീകരണ യോഗം എറണാകുളത്ത് വെച്ചാൽ അത് കട്ട് ചെയ്താണ് MLA ആയിട്ടും അതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ടും കളക്ടറൊക്കെ ആയിട്ട് സംസാരിച്ചാണ്. ആരോഗ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടു, മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അതിന് ശേഷമാണ് ഇന്ന് ഇങ്ങോട്ട് വന്നത്. ആ പരിപാടി മാറ്റിവെച്ച് ഇങ്ങോട്ട് വന്നതാണ്. അതിൻ്റെ കാരണം ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനം ആയതുകൊണ്ടും വിവിധ ജില്ലകളിലുള്ള കുട്ടികൾ, നമ്മുടെ ജില്ല ഉൾപ്പെടെ എല്ലാ ജില്ലകളിലുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ അതിനെ ഗൗരവത്തിലെടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ഒരു വാർഫൂട്ടിംഗ് തലത്തിൽ ഇന്ന് യോഗം വിളിച്ചുകൊണ്ടുള്ള നടപടിയെ സ്വീകരിച്ചത്. എല്ലാ കാര്യങ്ങളും നിയന്ത്രണ വിധേയമാണ്. നിലവിൽ ഹോസ്റ്റലിലെ സ്ഥിതി എന്താ? പിന്നെ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവധി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും? ഹോസ്റ്റലുകളിൽ അങ്ങനെ ബുദ്ധിമുട്ടില്ല. നല്ല രീതിയിലുള്ള മെസ്സും നല്ല രീതിയിലുള്ളതായ ഹോസ്റ്റൽ സംവിധാനവുമാണെന്നാണ് ഇവിടെ ഇന്നലത്തെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ മീറ്റിങ്ങിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്.